നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ലക്നോ സൂപ്പർ ജയൻസുമായി ഏറ്റുമുട്ടുകയാണ് IPL. RCB തീർച്ചയായിട്ടും നല്ല ഫോമിലാണ്. RCB തകർപ്പൻ ഫോമിലാണ്. മുംബൈ ഇന്ത്യൻസിനെയൊക്കെ കഴിഞ്ഞ കളിയിൽ തോൽപ്പിച്ച വിധം തീർച്ചയായിട്ടും ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ഗംഭീരമായിട്ടാണ്. മുംബൈ ഇന്ത്യൻസിനെ പോലെ അതിശക്തരായ ഒരു ടീമിനെ അവർ തറ പറ്റിച്ച രീതി ഗംഭീരമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും RCB അതിഗംഭീര ഫോമിലാണ്. അതേസമയം ലക്നോ സൂപ്പർ ജയൻസ് അങ്ങനെ പറയാൻ കഴിയുന്നൊരു നിലയിലല്ല നിലവിലുള്ളത്. ലക്നോ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് 2 കളികൾ തുടർച്ചയായി ജയിച്ചു, പക്ഷേ കഴിഞ്ഞ കളികളെല്ലാം തോറ്റു. അപ്പം അവരുടെ ബാറ്റിങ്ങിൽ ടോപ്പ് ഓർഡറിൽ അത്ര വേണ്ടത്ര അങ്ങ് മെച്ചപ്പെടുന്നില്ല കാര്യങ്ങൾ. ഇപ്പോൾ ഓപ്പണിങ്ങിൽ മിച്ചൽ മാർഷും എയ്ഡൻ മാർക്കറും സ്വപ്ന കൂട്ടുകെട്ടാണ്. പക്ഷേ 2 പേര് ഇതുവരെയും ഫോമിലായിട്ടില്ല എന്നുള്ളതാണ് ലക്നോയെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നത്. അതേസമയം ഋഷഭ് പന്ത് ഒരു കളി ജയിപ്പിച്ചു. ക്യാപ്റ്റൻ എന്ന നിലയിൽ നിന്ന് ബാറ്റ് ചെയ്ത് അർദ്ധ സെഞ്ചുറി നേടി അവർ ജയിപ്പിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഋഷഭ് പന്ത് ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് വരുന്ന നിക്കോളസ് പൂരനും അതെ. നിക്കോളസ് പൂരനൊക്കെ കഴിഞ്ഞ സീസണുകളിലൊക്കെ എന്ത് ഗംഭീര കളി കളിച്ച ആളാണ്. പക്ഷേ നിക്കോളസ് പൂരൻ ഈ സീസണിലും ശരിയായ നിലയിലേക്ക് വന്നിട്ടില്ല. ഒപ്പം ആ നിലയിൽ അവർക്ക് ഒരു വലിയ ബ്രൈറ്റായിട്ടുള്ളൊരു കാര്യം നടന്നത് മുകുൾ തിവാരിയുടെ വരവാണ്. മുകുൾ തിവാരി എന്ന താരം ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ് ഈ സീസണിൽ LSGക്ക് കിട്ടിയിട്ടുള്ള ഏക പോസിറ്റീവായിട്ടുള്ള കാര്യം. മുകുൾ തിവാരി ഉണ്ട് മിഡിൽ ഓർഡറിൽ എന്നത് തീർച്ചയായിട്ടും അവർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം മുകുൾ തിവാരി പുതിയൊരു മാച്ച് വിന്നറായിട്ട് ഉണ്ട്. പക്ഷേ ടോപ്പ് ഓർഡറിൽ മിച്ചൽ മാർഷും എയ്ഡൻ മാർക്കറും ഋഷഭ് പന്തും നിക്കോളസ് പൂരനും നന്നായി കളിക്കാതെ ഒരു നിവൃത്തിയില്ല പ്രത്യേകിച്ച് RCB പോലൊരു ടീമിനെതിരെ. പിന്നെ അവരുടെ ബൗളിംഗ് മുഹമ്മദ് ഷമി ഉണ്ട്. അവർക്ക് നന്നായിട്ടാണ് മുഹമ്മദ് ഷമി ബോൾ ചെയ്യുന്നത്. ഒപ്പം ആവേശ് ഖാനുണ്ട്. ഒരുപക്ഷെ ആവേശ് ഖാന് പകരം ഇന്ന് മയങ്ക് യാദവ് പരിക്കിൽ നിന്നൊക്കെ മുക്തനായി നല്ല നിലയിൽ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആവേശ് ഖാന് പകരം മയങ്ക് യാദവിനെ ഇറക്കുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കും. അവർക്ക് റാട്ടിയുണ്ട് അവരുടെ സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം അതെല്ലാം അവർക്ക് ഗുണം ചെയ്യും. ആ നിലയിൽ ബൗളിങ് സെറ്റാണ്. ബൗളിങ് ആ നിലയിൽ കോമ്പിനേഷൻസ് കുറേ കൂടി ഭേദമാണ് ബാറ്റിങ്ങിനേക്കാൾ എന്ന് LSGയെ സംബന്ധിച്ചിടത്തോളം. മറുപുറത്ത് RCB എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങിൽ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, പിന്നീട് വരുന്ന ഓരോ കളിക്കാരനെയും നോക്കൂ. ദേവ്ദത്ത് പടിക്കൽ, ടിം ഡേവിഡ്. അപ്പോൾ അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ക്യാപ്റ്റൻ രജിത് പട്ടീദാറിനെ പറ്റി പറയാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? രജിത് പട്ടീദാർ ഈ സീസണിൽ 195 റൺ അടിച്ചു. ഇതുവരെ 214 സ്ട്രൈക്ക് റേറ്റിലാണ്. 214. രജിത് പട്ടീദാറിനെ കമൻറ്റേറ്റർമാർ വിളിക്കുന്നത് മോൺസ്റ്റർ എന്നാണ്. അത്രയും ഭയങ്കരമായിട്ടാണ് ബൗളിംഗ് അറ്റാക്കുകൾ അടിച്ച് തകർക്കുന്നത് അയാൾ. അപ്പോൾ ആ നിലയിൽ തീർച്ചയായിട്ടും പട്ടീദാറിൻ്റെ നേതൃത്വത്തിൽ അതിഗംഭീര ബാറ്റേഴ്സാണ് അവർക്കുള്ളത് RCBക്ക്. അപ്പം അതുപോലെ ഭുവനേശ്വർ കുമാറിനെ പോലെ ബൗളിങ്ങിൽ നല്ല ബൗളേഴ്സുണ്ട് അവർക്ക്. നല്ല സ്പിന്നിൽ സുയാഷ് ശർമ്മയുണ്ട്. അപ്പോൾ അവർ എല്ലാ അർത്ഥത്തിലും സെറ്റാണ്. അവർ വിജയപാതയിൽ തന്നെയാണ്. LSG ആണ് ഇതിൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ RCBക്ക് LSGക്ക് മേൽ ആധിപത്യമുണ്ട് കളിക്ക് മുമ്പ് തന്നെ എന്നത് ഉറപ്പാണ്.